ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ അക്കൗണ്ട്സിനെ പറ്റി ഒരു ക്ലാസ് നടത്തിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ തിരക്കഥയിൽ ചില കാര്യങ്ങളൊക്കെ മിസ്സായിപ്പോയി. അതായത് ഫസ്റ്റ് ലോഡ് സെയിൽസ് കൊണ്ടുപോയത് 15-12 ആ 15-12 നമ്മൾ വണ്ടിയുടെ ഹയർ ചാർജസ് പോയി വന്നപ്പോൾ 16-12 ഹയർ ചാർജസ് എഴുതാൻ വിട്ടുപോയി. മാത്രമല്ല, പോയ ട്രിപ്പ് എക്സ്പെൻസസ്, മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, അവരുടെ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വണ്ടിയിൽ പോയവരുടെ ഫുഡ്, അല്ലറ ചില്ലറ കൂലി കൊടുത്തത്, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാനായിട്ട് കൂലി കൊടുത്തത്, അങ്ങനെയുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസും എഴുതാൻ വിട്ടുപോയി. സോ അതെല്ലാം കൂടി ചേർക്കുകയും പിന്നെ വീണ്ടും 20-12 ഒരു ലോഡും കൂടി ട്രിപ്പ് പോയതായിട്ടും കാണിച്ചു. ഇവിടെ ഒരു ലോഡും കൂടി ട്രിപ്പ് പോയതായിട്ട് ഞാൻ കാണിച്ച് ക്യാഷ് ബുക്ക് എഴുതുകയും ബാങ്ക് ബുക്ക് എഴുതുകയും ചെയ്തപ്പോൾ അതിൻ്റെ രജിസ്റ്ററുകളും കൂടി ഉണ്ടാക്കി. ഒരു ലോഡും കൂടി ട്രിപ്പ് പോകുവാൻ നമ്മളുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ ആദ്യത്തെ 8-ാം തീയതിയിലെ പ്രൊഡക്ഷൻ്റെ കഥ വരേക്കുമാണ് പറഞ്ഞിരുന്നത്. 1800 കിലോ റോ മെറ്റീരിയൽ എടുത്ത് പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ ബാലൻസ് 2430 കിലോ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 8-ാം തീയതി പ്രൊഡക്ഷൻ ആരംഭിച്ച് 13-ാം തീയതി രാവിലെ അത് പ്രൊഡക്ഷൻ രജിസ്റ്ററിൽ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ 13-ാം തീയതി പിന്നെ ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പ്രൊഡക്ഷന് വേണ്ടി തുടങ്ങാം. ബാലൻസ് 2430 കിലോ മെറ്റീരിയലും ഉണ്ട്. സോ അടുത്ത പ്രൊഡക്ഷന് വേണ്ടി 13-ാം തീയതി 2400 കിലോ എടുത്തു. ഈ 2400 കിലോ എടുത്തതിൽ ആ പ്രൊഡക്ഷൻ തീർന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതി അതിൻ്റെ പ്രൊഡക്ഷന് 3980 ഉണ്ടാവുകയും മൊത്തം സ്ക്രാപ്പ് 140 കിലോ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കി? 780 വെച്ച് 4 ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിലും 780 നമ്പേഴ്സും ഉണ്ടാക്കി. ഇത് സെയിൽസ് നടത്തി. എഗെയിൻ വേറൊരു ട്രിപ്പ്, ഒരു 22 ബിൽ നമ്പർ 22 വരേക്കും വേറൊരു സൈഡിലേക്ക് ട്രിപ്പ് പോയി. ഇത്രയും ട്രിപ്പ് പോയതിൽ സെയിൽസ് പ്രകാരം ഇത്രയും ബില്ലുകൾ അടിച്ചു. മൊത്തം ആ ട്രിപ്പിലെ സെയിൽ ബില്ലുകളുടെ ടോട്ടൽ 2,20,110 ആണ്. അതിൽ ഇത്രയും ക്യാഷ് സെയിലുണ്ടായി. എന്നാൽ ഈ ക്യാഷ് സെയിലിൽ ഇത്രയും ഡിസ്കൗണ്ട് 730 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ക്യാഷ് തന്നത്. റെഡി ക്യാഷിന് എപ്പോഴും ഒരു ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും. ബാക്കി ഇത്രയും ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് ഉണ്ടായത്. അതിന് ഇത്രയും ബാങ്ക് ചാർജസ് പോയി. സോ ടോട്ടൽ ബാങ്ക് ചാർജസ് 2225.34. സോ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെയിൽ നടത്തിയപ്പോൾ റെഡി ക്യാഷ് കിട്ടിയതും ക്രെഡിറ്റ് കാർഡിലൂടെയാണെങ്കിലും റെഡി പേയ്മെൻറ്റ് നടത്തുകയും ചെയ്ത പാർട്ടീസിൻ്റെ പേരുകളോ പേഴ്സണൽ ലെഡ്ജറോ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കീപ്പ് ചെയ്യേണ്ടത് 2 പാർട്ടീസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് തന്നു ജാനുവരി 10 ഡേറ്റിൽ. സോ ഇവരുടെ അക്കൗണ്ട് മാത്രമേ നമ്മൾ പേഴ്സണൽ ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിലൂടെ ഈ ടോട്ടൽ ക്യാഷ് സെയിലിൻ്റെ ടോട്ടൽ എഴുതിയിട്ട് ഡിസ്കൗണ്ടിന് ഡെബിറ്റും കൊടുക്കാം. ബാങ്ക് ബുക്കിൽ ടോട്ടൽ ബാങ്ക് ബുക്കിൻ്റെ ടോട്ടൽ എമൗണ്ടായ 1,23,630 ഇട്ടിട്ട് ഈ ബാങ്ക് ചാർജസിന് ഡെബിറ്റും കൊടുത്തു കഴിയുമ്പോൾ ബാലൻസ്, അതിൻ്റെ ബാലൻസിങ് എഫക്റ്റായ 121,404 എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ക്രെഡിറ്റ് കാർഡ് സെയിലെന്നും പറഞ്ഞും കാണും. അപ്പോൾ നമ്മൾ ഈ പേരൊന്നും എടുത്ത് വെച്ച് വെക്കേണ്ട കാര്യമില്ല. സോ അത് ഇവിടെ നമുക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ക്യാഷ് ബുക്കിൽ നമ്മൾ ഈ കിട്ടിയവരുടെ എല്ലാം പേര് ഓരോരുത്തരുടെ എഴുതിയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ക്യാഷ് സെയിലെന്നും പറഞ്ഞ് ഒറ്റ പേരിട്ടാൽ മതിയായിരുന്നു. അതിന് നമ്മൾ വിട്ടുപോയ ക്യാരേജ് ഔട്ട്വാർഡ്സും മാർക്കറ്റിംഗ് എക്സ്പെൻസും നമ്മൾ എഴുതി. അന്നത്തെ ബാങ്ക് ബുക്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പേരെഴുതി, ക്രെഡിറ്റ് കാർഡ് വെച്ച് തന്നവരുടെ, എന്നിട്ട് ബാങ്ക് ചാർജും എഴുതി. ഫുൾ എമൗണ്ട് തന്നെ നമ്മൾ പാർട്ടിയുടെ അക്കൗണ്ടിലിട്ടു. എന്നാൽ അവർക്ക് പേഴ്സണൽ ലെഡ്ജർ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിനാൽ പിന്നീട് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് സെയിലെന്നും പറഞ്ഞ് ഒറ്റ എമൗണ്ടായിട്ട് ഇടുകയും അതിൻ്റെ ബാങ്ക് ചാർജിനെ ബാങ്ക് ചാർജ് ആയിട്ട് ഇടുകയും ചെയ്തു. അപ്പോൾ ഒറ്റ എൻട്രിയിൽ തീർന്നു.
ക്യാഷ് സെയിൽ 20/12 പോയ ക്യാഷ് സെയിലും അങ്ങനെ തന്നെ ഒറ്റ എമൗണ്ടായിട്ട് ഇടുകയും അതിൻ്റെ ഡിസ്കൗണ്ട് കൊടുത്തതിനെ ജേർണലൈസ് ചെയ്യാതെ ഒറ്റയടിക്ക് എൻട്രി ഇടുകയും ചെയ്തു. അപ്പോൾ കാരണം നമ്മൾ പേഴ്സണൽ ലെഡ്ജർ കീപ്പ് ചെയ്യുന്നില്ല. എഗെയിൻ ആ പ്രാവശ്യത്തെ ക്യാരേജ് ഔട്ട്വേർഡ്സിൻ്റെ എമൗണ്ട്, ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ലോറിയുടെ ഹയർ ചാർജസ് ആണ്, മാർക്കറ്റിംഗ് എക്സ്പെൻസ്, ഇവരുടെ വഴിച്ചെലവുകൾ. ഇങ്ങനെ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ആ ഡിസംബറിലെ ക്യാഷ് ബുക്കിനകത്ത് എൻട്രി ഇട്ടു. മാത്രമല്ല 26-ാം തീയതി എക്സർ പ്ലാസ്റ്റിക്കിന് വീണ്ടും നമ്മൾ 1,45,000 എമൗണ്ട് നമ്മൾ അവരുടെ ബാങ്കിലേക്ക് RTGS കൊടുക്കുകയും അതിൻ്റെ ബാങ്ക് ചാർജസ് എടുക്കുകയും ചെയ്തു ഒരു പർച്ചേസിന്. എന്നാൽ അതിൻ്റെ പർച്ചേസ് വന്നേക്കുന്നത് നമുക്ക് 28-ാം തീയതി ആ പർച്ചേസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അഡ്വാൻസ് അവർക്ക് 26-ാം തീയതി കൊടുത്തു, RTGS ആയിട്ട് കൊടുത്തു. സോ ആ മെറ്റീരിയൽ നമുക്കിവിടെ സ്റ്റോക്കിൽ കിടപ്പുണ്ട്. ഇനി നമ്മൾ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്കോളം എന്ന് പറഞ്ഞ് ഒറ്റ രീതിക്ക് ചെയ്യുന്ന ഒരു മാനുവൽ അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മൊത്തം കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത്, ടാലിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മാനുവൽ അക്കൗണ്ടിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. ക്യാഷ് ബുക്ക് വിത്ത് ബാങ്കോളം എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൻ്റെ ആ ലെഡ്ജർ ബുക്കിൻ, ആ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ലെഡ്ജർ പോലത്തെ ബുക്കാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഭാഗത്തിനെ നമ്മൾ റെസീറ്റ് സൈഡ് എന്ന് പറയും, റൈറ്റ് സൈഡിലുള്ള ഇതിനെ നമ്മൾ പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയും. ഈ റെസീറ്റ് സൈഡിൽ ആദ്യത്തത് ക്യാഷ് റെസീറ്റ്സും രണ്ടാമത്തത് ബാങ്ക് റെസീറ്റ്സുമാണ്. പേയ്മെൻറ്റ് സൈഡിൽ ആദ്യത്തത് ക്യാഷ് പേയ്മെൻറ്റ്സും രണ്ടാമത്തത് ബാങ്ക് പേയ്മെൻറ്റ്സുമാണ്. ക്യാഷ് ബുക്ക് വിത്ത് ബാങ്കോളം എഴുതുമ്പോൾ ആ ഡേറ്റുകൾ കറക്റ്റ് നേരെ ആയിരിക്കണം. 1/8 ഒരു എൻട്രി നമ്മളിവിടെ ഇടുമ്പോൾ 1/8 തന്നെ ആയിരിക്കണം അതിൻ്റെ റെസീറ്റും പേയ്മെൻറ്റും ഒക്കെ ഇടേണ്ടത്. 1/8 സാം ക്യാപിറ്റൽ ക്യാഷായിട്ട് 25,000 കൊണ്ടുവരികയും അതിൽ നിന്ന് 20,000 ബാങ്കിലേക്ക് ഇടുകയും ചെയ്തു. സോ ബാങ്കിൽ 20,000 വരവ്, ക്യാഷിൽ 25,000 വരവ്, ക്യാഷിൽ 20,000 പേയ്മെൻറ്റ് വന്നിരിക്കുന്നു. സി ദിസ് ക്യാഷിൻ്റെ പേയ്മെൻറ്റാണ്. ബാങ്ക് ടു ക്യാഷ് ഓർ ക്യാഷ് ടു ബാങ്ക് ഓർ ബാങ്ക് ടു ക്യാഷ്, ഇങ്ങനെ ബാങ്കും ക്യാഷും തമ്മിലുള്ള എൻട്രിക്ക് പ്രത്യേകിച്ചൊരു ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇതിനെ കോൺട്രാ എൻട്രി എന്നാണ് പറയുന്നത്. അതിൻ്റെ ലെഡ്ജർ ഫോളിയോയുടെ സ്ഥാനത്ത് ജസ്റ്റ് C മാത്രം ഇട്ടാൽ മതി. സോ ഒന്നും കൂടെ പറയാം, 25,000 ആണ് ആക്ച്വലി ക്യാഷ് കൊണ്ടുവന്നത്, അതിൽ നിന്ന് 20,000 ബാങ്കിലേക്ക് ഇട്ടു. സോ ബാങ്കിൽ 20,000, ക്യാഷിൽ 25,000, ക്യാഷിൽ നിന്ന് 20,000 പോയി. സോ ബാലൻസ് ഇവിടെ 5,000 മിച്ചം വരുന്നുള്ളൂ. നമ്മളിവിടെ ഒരു ഡെയിലി ബാലൻസിങ് ചെയ്തിരുന്നെങ്കിൽ ക്യാഷിനകത്ത് ബാലൻസ് 5,000 ഉള്ളൂ. എഗെയിൻ 5/8 സാം ക്യാപിറ്റലായിട്ട് ബാങ്കിൽ 5 lakh കൊണ്ടുവന്നു. ബാങ്കിൽ നിന്ന് തന്നെ 5 lakh ആൻ്റണിക്ക് പോയി. ഇതാണ് ബാങ്കിൻ്റെ പേയ്മെൻറ്റ്, ഇത് ബാങ്കിൻ്റെ റെസീറ്റ്സ്. ഇനി അടുത്തത് 10/8 പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ക്യാഷിൻ്റെ പേയ്മെൻറ്റിനകത്തുനിന്ന് പോയി. എഗെയിൻ 20/9 വീണ്ടും ഒരു ക്യാഷ് വിഡ്രോവൽ 10,000 ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നു, ക്യാഷിൽ ഇവിടെ വന്നിരിക്കുന്നു. കണ്ടല്ലോ, ഇതും ഒരു കോൺട്രാ എൻട്രിയാണ്. എഗെയിൻ ബാങ്കിൽ നിന്ന് സാം ഒരു 3 lakh കൊണ്ടുവന്നു, ബാങ്കിൽ നിന്ന് ആ 3 lakh പോയി. അപ്പോൾ സാമിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 3 lakh വന്നു, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ 3 lakh പോയി. ഇങ്ങനെ ഓരോന്നും നേരെ ഞാൻ ആദ്യം കാണിച്ച ക്യാഷ് ബുക്ക് വേറെ ബാങ്ക് ബുക്ക് വേറെ കാണിച്ചത്, ഇവിടെ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്കോളം ആകുമ്പോൾ ഇങ്ങനെ നേരെയാണ് എൻട്രി. എഗെയിൻ 15-ാം തീയതി സാം ഒരു 3,50,000 കൊണ്ടുവന്നു. ആ ക്യാഷും കൊണ്ട് ബാങ്കിലെ ടൂൾസിന് വേണ്ടി, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിന് വേണ്ടി ഇത്ര ചിലവായി, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടി ഇത്ര ചിലവായി. എഗെയിൻ 18th സാം ഒരു 20,000 ക്യാപിറ്റൽ ക്യാഷായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ക്യാഷായിട്ട് ഇത്രയും പേയ്മെൻറ്റ്സ് ഉണ്ടായി. ഇവിടെ ക്യാഷിൽ റെസിറ്റ്, ക്യാഷിൽ പേയ്മെൻറ്റ്. എഗെയിൻ 22nd സാം ക്യാപിറ്റലായിട്ടൊരു 3,50,000 കൊണ്ടുവന്നു. ഇത് ബാങ്കിൽ നിന്ന് ഇത്രയും എമൗണ്ടുകൾ പോയി, 36,400
42,000 പോയി. പിന്നെ അതിൽ നിന്ന് തന്നെ ബാങ്കിലാണ് 3,50,000 വന്നത്. അതിൽ നിന്ന് തന്നെ ഒരു 1 lakh വിത്ഡ്രോ ചെയ്ത് ഇവിടെ ക്യാഷിലിടുകയും ചെയ്തു. സോ എൻട്രി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ക്യാഷിൽ വരവ് വന്നു, ബാങ്കിൽ 1 lakh വിത്ഡ്രോ വന്നു. അതേ ദിവസം തന്നെ ഈ 1 lakh എടുത്തത് ക്യാഷിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി ഡിപ്പോസിറ്റ് കൊടുക്കാനും പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ആയിട്ട് കുറച്ച് എമൗണ്ട് ഇലക്ട്രിക്കൽ കണക്ഷന് വേണ്ടിയൊക്കെ ചിലവാക്കാനും ഒക്കെ ആയിട്ടാണ് ഇത്രയും ക്യാഷ് എടുത്തത്. എഗെയിൻ ബാങ്കിൽ പിന്നെയും ബാലൻസ് കിടപ്പുണ്ട്. അതിൽ നിന്ന് ആൻ്റണി ബിൽഡേഴ്സിന് ഒരു 88,000 കൊടുത്തു. ബാങ്കിലുള്ള ബാലൻസിൽ നിന്ന് 30-ാം തീയതി ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്ത കോൺട്രാക്ടർക്ക് കൊടുത്തു. 30-ാം തീയതി വീണ്ടും എയർ കണ്ടീഷണർ വാങ്ങാനായിട്ട് 35,000 കൊടുത്തു. സോ നവംബറിലെ ബാലൻസ് നമ്മൾ അവിടെ ആദ്യം കണ്ട ക്യാഷ് ബുക്കിലെ ബാലൻസ് 18,665, ബാങ്ക് ബുക്കിലെ ബാലൻസ് 27,400 കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. അടുത്ത ദിവസത്തേക്ക് അതിൻ്റെ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. ഇത് റെസീറ്റ് സൈഡ്, ഇത് പേയ്മെൻറ്റ് സൈഡ്. എഗെയിൻ അതേപോലെ തന്നെ നമ്മൾ ഡിസംബറിലും ഓരോ എൻട്രീസും ഇടുന്നു. ശ്രദ്ധിക്കുക, ഇത് ക്യാഷിൻ്റെ റെസീറ്റ്, ഇത് ബാങ്കിൻ്റെ റെസീറ്റ്. ഈ ക്യാഷിൻ്റെ റെസീറ്റിൽ നിന്ന് ക്യാഷിൻ്റെ പേയ്മെൻറ്റ്സ് ഇവിടെ കൊടുക്കുന്നു, ബാങ്കിൻ്റെ റെസീറ്റിൽ നിന്ന് ബാങ്കിൻ്റെ പേയ്മെൻറ്റ്സ് ഇവിടെ കൊടുക്കുന്നു. അത് ഓരോന്നും ഓരോ ദിവസത്തെയും അതത് ദിവസമായിട്ട് ചേർത്ത് ഇങ്ങനെയായിരിക്കും പോവുക, നേരെ 16-ാം തീയതി റെസീറ്റ്, 16-ാം തീയതി പേയ്മെൻറ്റ്, 20-ാം തീയതി റെസീറ്റ്, 20-ാം തീയതി പേയ്മെൻറ്റ്. ഇവിടെ ഗ്യാപ്പ് ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് 21-ാം തീയതി എഴുതത്തില്ല. 21-ാം തീയതിയിലുള്ള എൻട്രീസ് ഏതാണോ അതിൻ്റെ നേരെ എഴുതുള്ളൂ. സത്യത്തിൽ ഇവിടെ ഡെയിലി ബാലൻസ് ചെയ്യണമായിരുന്നു. കുറച്ച് എൻട്രീസേ ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എഗെയിൻ 24-ാം തീയതി ഇവിടെ റെസീറ്റൊന്നുമില്ല, ബട്ട് ഇവിടെ പേയ്മെൻ്റ് ഉണ്ട്, ക്യാഷിലേന്നുള്ള പേയ്മെൻ്റ് ഉണ്ട്. എഗെയിൻ 26-ാം തീയതി റെസീറ്റുമുണ്ട്, പേയ്മെൻറ്റും ഉണ്ട്. റെസീറ്റ് ബാങ്കിലാണ്, ബിഗ് മാർട്ടിലെ ആ പോസ്റ്റ് ഡേറ്റഡ് ചെക്കായിരുന്നു. അതിൽ പിന്നെ നമ്മൾ ഈ എക്സർ പ്ലാസ്റ്റിക്സിന് അടുത്ത പർച്ചേസിനുള്ള അഡ്വാൻസ് ക്യാഷും കൊടുത്തു. ഇവിടെയൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ, ഈ പാർട്ടീസിൻ്റെയൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് സെയിലിൻ്റെ ഫണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൽ സഫീഷ്യൻ്റായ ഫണ്ടുണ്ട്. അതുകൊണ്ട് ഈ പേയ്മെൻറ്റ് കൊടുക്കുവാൻ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടി വന്നില്ല. സോ ബാങ്കിലെ ബാലൻസ് മൊത്തം ആ മാസം 4,66,000 ഉണ്ട്, ബാങ്കിൽ വന്നിട്ടുണ്ട്. 4 lakhs ഇതിൽ നിന്ന് ബാലൻസ് 5,53,055 ബാലൻസ് മിച്ചം വന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ആ ബാലൻസ് ഇവിടെ കുറവുള്ളത് ഏത് ഭാഗത്താണോ ആ ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറവ് റെസീറ്റിൽ നമുക്ക് കൂടുതൽ കാണും, കാരണം നമ്മുടെ കയ്യിലുണ്ടായിരിക്കുമല്ലോ ഫണ്ട്. സോ ക്യാഷ് ഇൻ ഹാൻഡ്, ഇത് ക്യാഷ് ഇൻ ഹാൻഡ്, ഇത് ക്യാഷ് ഇൻ ബാങ്ക്. സോ ബാലൻസ് മിച്ചമുള്ളതിനെ നമ്മൾ ടോട്ടൽ ബാലൻസ് ചെയ്യുമ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ഒരേപോലെ വരണം. അപ്പം ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കുറവുള്ള ഭാഗത്തിട്ടു. അടുത്ത ദിവസം അതിനെ നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തു. ഇതാണ് ക്യാഷ് ബുക്ക് വിത്ത് ബാങ്കോളം. ഇതൊന്നും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരികയില്ല. എങ്കിലും ഒരു മാനുവലായിട്ടുള്ള ഒരു എൻട്രീസൊക്കെ കാണുകയാണെങ്കിൽ ചെയ്യാം. എന്നാൽ നമ്മൾ ടാലിയിൽ ചെയ്യുമ്പോഴും ക്യാഷ് ബുക്ക് വേറെ, ബാങ്ക് ബുക്ക് വേറെ, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ജാനുവരി, ഫെബ്രുവരി, മാർച്ചും കൂടി ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട്സ് ചെയ്താലേ ഉള്ളൂ ഒരു ഫിനാൻഷ്യൽ ഇയർ തികച്ച് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇയർ തികച്ച് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടോട്ടൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, എഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത്രയും എടുക്കുകയും ആ ബാലൻസ് ഷീറ്റിലെ എമൗണ്ടിനെയാണ് അടുത്ത വർഷത്തേക്ക് നമുക്ക് ക്യാരി ഓവർ ചെയ്യുന്നത്. എന്നാൽ ടാലിയിൽ നമ്മൾ ഓരോ വർഷത്തേക്കും ക്യാരി ഓവർ ചെയ്ത് അതിലേക്ക് എഴുതേണ്ട കാര്യമില്ല. അത് ഫുള്ളായിട്ട് തന്നെ വന്നോളൂ, അത് തന്നെ ബാലൻസ് ചെയ്ത് വന്നോളൂ. എങ്കിലും ഇതിൻ്റെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ലെങ്കിലും ഞാനിവിടെ ഒരു തിരക്കഥ അതിനും ഉണ്ടാക്കിയിടുന്നതാണ്. എൻ്റെ ഈ അക്കൗണ്ട്സ് മൊത്തം ആക്ച്വലി ഒരു അക്കൗണ്ട്സിൻ്റെ തിരക്കഥ തന്നെയാണ്. ഞാൻ തന്നെ ഐഡിയ ഇട്ട് ഓരോന്നിനും ഇന്ന എക്സ്പെൻസസ് ഒക്കെ വരാം എന്ന് എൻ്റെ ഈ ഇത്രയും കൊല്ലത്തെ 38-39 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തു. അത്രയും കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കൗണ്ട്സിൻ്റെ തിരക്കഥയാണ് ഞാൻ ഈ ഉണ്ടാക്കിയത്.
ഇനി നിങ്ങളുടെ ഇത് തന്നെ നമ്മൾ ആവർത്തിക്കലാണ്. ഒരു മാസം ഒരു 3 ലോഡെങ്കിലും മിനിമം പോയിക്കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ബാക്കി ജാനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ തന്നെ നമ്മൾ എൻട്രി ഇടുന്നത്. എങ്കിലും അതിനുള്ള ഡാറ്റ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് മൊത്തം കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇതിൻ്റെ ഫുൾ അക്കൗണ്ട്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ കമ്പനി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 4 ആക്ച്വലി മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ഇതിനകത്ത് വേസ്റ്റേജും സ്ക്രാപ്പും ഒക്കെ ഒത്തിരി വരും. ആ സ്ഥാനത്ത് നമ്മളൊരു ഓട്ടോമാറ്റിക് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേസ്റ്റേജ് തീരെ കുറച്ച് വരികയും പ്രോസസ്സ് വേസ്റ്റേജും വളരെ കുറച്ച് വരികയും എന്ന് മാത്രമല്ല ഇതിനേക്കാൾ വളരെ സ്പീഡിൽ ധാരാളം പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് സെയിൽ കൂടും, വോളിയം കൂടും, ടേൺ ഓവർ കൂടും. അപ്പോൾ ഇവർക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കൂടും. അതുകൊണ്ട് കമ്പനിയെ നമ്മൾ ഇത് ഒരു വർഷത്തെ ഇങ്ങനെ ചെയ്തിട്ട് ഈ കമ്പനീനെ നമ്മൾ ഓട്ടോമാറ്റിക് മെഷീൻ മേടിക്കുന്നതായിട്ട് ഒരു തിരക്കഥയൊക്കെ ഉണ്ടാക്കി, എനിക്കതിൻ്റെ ആക്ച്വലി മാർക്കറ്റ് വാല്യൂ ഒന്നും അറിയത്തൊന്നുമില്ല, ഒരു ഐഡിയ ആയിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ട് അത് എങ്ങനെ നമ്മൾ ടാലിയിൽ ചെയ്യുമെന്നും, അപ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ വാങ്ങണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ബാങ്കിൽ നിന്ന് നമ്മളൊരു മെഷീനറി ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ സെക്യൂർഡ് ലോൺ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ, അതിനെന്തൊക്കെ കൊടുക്കേണ്ടി വരും, ഒരു പ്രൊജക്റ്റ് കോസ്റ്റ് കൊടുക്കേണ്ടി വരും, അതിനായിട്ട് നമ്മൾ അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ആദ്യം ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ബാങ്കിനെ കാണിച്ചെന്നാൽ ഇത് കമ്പനി നല്ല സ്കോപ്പുള്ള കമ്പനിയാണെന്ന് കണ്ടാലാണ് അവർ ഈ സ്ഥാപനത്തിന് ഫിനാൻസ് തരിക. അപ്പോൾ ആ ബാങ്കിൽ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടത്തക്ക രീതി കൂടിയുള്ള ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടും ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുന്നതിനാൽ നമ്മളതിന് GST രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ നമ്മളിനി കവർ ചെയ്യാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളിതിനെ ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, അതിന് വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിക്കാൻ വേണ്ടുന്ന പേപ്പേഴ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു. ഇതെല്ലാം ആക്ച്വലി ഒരു തിരക്കഥയാണ്. ഇതുപോലെയൊക്കെ തന്നെയാണ് ആക്ച്വലി ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്നതും. അപ്പോൾ അതിന് നമ്മൾ ആരുടെയും ലൈവായിട്ടുള്ള ആക്ച്വൽ ഒരു ഡാറ്റ എടുക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് അവരോട് ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ട്സിൻ്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിനൊരു തിരക്കഥ പോലെ ഉണ്ടാക്കുന്നത്. എഗെയിൻ എന്നിട്ട് നമ്മളെ ഒരു GST രജിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ഒരു GST രജിസ്ട്രേഷൻ അതിൻ്റെ പേരൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതും GST പറ്റിയും GST റിട്ടേൺ കൊടുക്കുന്ന രീതിയും എല്ലാം ക്ലാസ്സിൽ കവർ ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു.